രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിന് ഇടവേളകളില്ലാതെ പിടിച്ചുകുലുക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെയാണ് വിവാദം ചൂടുപിടിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നുണ്ട്. പാലക്കാട് വിവിധ പഞ്ചായത്തുകളിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം പാഞ്ഞെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ UDF-ന് വേണ്ടി സജീവമായി വോട്ട് പിടിക്കുന്നുണ്ട്. ഇത് പക്ഷേ പാർട്ടിക്കുള്ളിൽ ചില പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിന്റെ അവസാന വാക്കാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും നടപ്പിലാക്കേണ്ടതും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. ഇവിടെ മറ്റു നേതാക്കൾ കടന്നു കയറേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ്. രമേശ് ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ പറഞ്ഞ അഭിപ്രായത്തിനും മുകളിൽ സണ്ണി ജോസഫിന്റെ വാദങ്ങൾ നിലനിൽക്കും. കാരണം നേരത്തെ പറഞ്ഞ KPCC പ്രസിഡന്റ് എന്ന പദവി സണ്ണി ജോസഫിൽ മാത്രമാണ് ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത്. MLA എന്ന പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം രാഹുലിന് പ്രചരണത്തിന് ഇറങ്ങാൻ അനുവാദമുണ്ടെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. രാഹുലിന്റെ പ്രവർത്തന അവകാശങ്ങൾ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. സ്ഥാനാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രചരണത്തിന് ക്ഷണിക്കാമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, KPCC രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ സംഘടനാ നടപടി എടുത്തു എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാവട്ടെ, കുടുംബസംഘമാവട്ടെ, സ്ക്വാഡുകളാവട്ടെ, അവിടെയൊക്കെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാവുന്ന കാഴ്ചയാണ്? അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സുമോട്ടോ എടുത്തല്ലോ. ആ കേസിൻ്റെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല. ഇല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല, ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കുന്നില്ല. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. അതെ, സ്ഥാനാർത്ഥികളില്ലാത്ത എനിക്കറിയില്ല. CPM BJP ഒരു അന്തർധാരയുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, മകൾക്കെതിരെ, മകനെതിരെ വന്ന ED നോട്ടീസ് ഉണ്ടല്ലോ. അതിപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കില്ലേ. 2023 മുഖ്യമന്ത്രിയുടെ മകൻ എന്ന നിലയിൽ ആ അഡ്രസ്സിൽ, സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സിൽ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ അയച്ച നോട്ടീസ് എവിടെയാണ് നിൽക്കുന്നത്? മകൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. സാധാരണ എൻ്റെ വീട്ടിലേക്ക് മക്കളുടെ പേരിൽ നോട്ടീസ് വന്നാൽ മക്കൾ വീട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് അത് റീഡയറക്റ്റ് ചെയ്യും. ഒരു സാധാരണ ആളുകൾ പോലും ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആ നോട്ടീസ് മടങ്ങി വന്നാൽ, കൈപ്പറ്റാതെ മടങ്ങി വന്നാൽ ED സ്വീകരിക്കേണ്ട സമീപനമുണ്ട്. EDക്ക് വീണ്ടും നോട്ടീസ് റിപ്പീറ്റ് ചെയ്യാം. അത് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ EDക്ക് അറസ്റ്റ് വാറണ്ട് അയക്കാം. EDയും കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയതിനെ എതിർത്ത് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നത് രമേശ് ചെന്നിത്തല, K മുരളീധരനെ പ്രതികരിച്ചു ഒരിക്കലും കോൺഗ്രസ് വേദി പങ്കിടരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ ഇതിൽ അഭിപ്രായമുണ്ട്. ഇല്ലില്ല, നേതാക്കന്മാർക്കെല്ലാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ്, ഞാനും പ്രതിപക്ഷ നേതാവും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി എടുത്തത്. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഇതുവരെ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസിൻ്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എന്ന കാര്യമാണ് സുധാകരൻ പറഞ്ഞത്. ഇല്ലില്ല, ഇതിൻ്റെ അങ്ങനെ അല്ലല്ല. അതിൻ്റെ സാരാംശം എന്താണ്? അതിൻ്റെ സാരാംശം എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എത്ര നാളായി, എത്ര മാസമായി സർക്കാർ ഒരു കേസെടുത്തിട്ട്? ഗവൺമെൻറ് ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു കണ്ടെത്തലും നടത്തിയിട്ടില്ല ഇതുവരെ. അത്രേ ഉള്ളൂ. ഈ കാലത്ത് നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രചരണം ഇറങ്ങുമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതാണോ? നടപടി ഇല്ലില്ല, വെല്ലുവിളിയൊന്നുമില്ല. പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? അതാണ് ചോദ്യം. അത് ആലോചിച്ചിട്ട് പറയാം.